Good afternoon. Good afternoon, ma'am. എന്തൊരു എനർജി ഒന്നും ഇല്ലാത്തൊരു ഗുഡ് ആഫ്റ്റർനൂൺ. ഒരാൾ മാത്രം പറഞ്ഞോളല്ലോ. Good afternoon, ma'am. ഓക്കെ, സൗണ്ട് ഒക്കെ പോയിട്ട് എല്ലാരും കൂടി പറയണല്ലോ എന്ന് വെച്ചിട്ടാ. ഓക്കെ, ഇന്നാരാ പ്രയർ? പ്രയർ ആരാണ്? ഞാൻ തന്നെ ചെല്ലാം. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാനി കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണുമാകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണനും ബുദ്ധിയും ശക്തിയും ദേഹവും പ്രാണനിൽ പ്രാണനും നിന്റെയല്ലോ. എന്തിനും നീതെ വിളങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ ചൊല്ലാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ തോന്നാവൂ നിൻ കൃപയാൽ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. ഇനി സൈനിൻ നേരെ പറയണേ. സൈനിൻ ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ തന്നെയല്ലേ ഉപദേശിച്ചത് സൈനിൻ പറയാന് സൈൻ ഔട്ട് പറയുന്ന ആളെയൊക്കെ നേരത്തെ കൂട്ടി ഫിക്സ് ചെയ്യണമെന്നും അതേപോലെ അവർ പ്രിപ്പയർ ആയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ ഞാൻ നിങ്ങളോടല്ലേ? ഞാൻ തന്നെ പറയാം. A bad workman always blames his tools. ഒരു മടിയനായ തൊഴിലാളി എപ്പോഴും അദ്ദേഹത്തിന്റെ ആയുധത്തെ മോശമാക്കിക്കൊണ്ടിരിക്കും. സൈനിങ് ബൈ റിഷാന. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? യെസ് മിസ്. അതെന്താന്ന് വെച്ചാല് ഫോണറ്റിക് സൗണ്ട് പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? മെസ്സേജ് അയച്ച് പ്രിപ്പയർ ചെയ്തോര്. പ്രിപ്പയർ പിങ്കി ക്ലിയർ അല്ലടാ. പിങ്കി വിട്ട് പോണ റേഞ്ചിന് എന്താ പ്രശ്നം? എന്താണ്? എടാ ക്ലിയർ ആവണല്ലാടാ, വിട്ട് പോണ. ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ നിങ്ങള്?
ഇങ്ങനെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് പോവാം. എന്റെ പിള്ളേരെ നിങ്ങൾക്ക് കേട്ടൂടെ? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ചിലപ്പോ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും പറ. മിസ്സേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല മിസ്സേ, എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ ചെയ്തവരാരെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാനായിട്ട്? പ്രിപ്പയർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്സമോം പ്രിപ്പയർ ചെയ്താ? ഞാനേ അങ്ങനെ സോങ് കേട്ട് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുള്ളൂ. ഞാൻ എനിക്ക് ഇവിടെ തിരക്കായിരുന്നു ക്രിസ്മസ് ആയിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ആരെങ്കിലും ഫ്രീ ആയിട്ടിരിക്കണമെങ്കിൽ ഞാൻ ചൊല്ലാം. എത്രത്തോളം പെർഫെക്റ്റ് ആവും അറിയില്ല, കാരണം ഞാൻ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കേട്ട് പഠിക്കുക ചെയ്തത്. ഫ്രൈഡേയിലേക്ക് മാറ്റാം. നെക്സ്റ്റ് ഫ്രൈഡേയിലേക്കും പോരെ. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടാ. മറക്കരുത് കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കാം. നെക്സ്റ്റ് ഫ്രൈഡേയിലേക്ക് മാറ്റാം. കാരണം ചിലപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഫ്രൈഡേ എന്ന് പറയുമ്പോ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തില്ല. എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞു വരാൻ പാടില്ല. അതല്ല മിസ്സേ, ഇതിപ്പോ ക്രിസ്മസ് ആയ കാരണം കുട്ടികൾക്കൊക്കെ ലീവ് ആയിട്ടില്ല. മാം എനിക്കും തിരക്കായി പോയി മാം. ഞാനും ഫ്രൈഡേ ആവുമ്പത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വരാം. എല്ലാവരും ഫ്രൈഡേയിലേക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ടോപ്പിക് ആണ്. പാർട്ട് 4ലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മള് ഡെവലപ്മെന്റിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ദെൻ ബാക്കി ആദ്ര മിസ്സിന്റെ പോർഷൻ ആണ്. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ എന്റെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ആദ്ര മിസ്സിന്റെ പോർഷൻ ആണ് കേട്ടോ. സോ ഞാൻ 4th പാർട്ടിലേക്ക് മൂവ് ആവുകയാണ്. ഗുഡ് മാനേഴ്സ് എന്നാണ് യൂണിറ്റിന്റെ പേര്. പാർട്ട് 4ലെ യൂണിറ്റ് 4 ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരുടെയും ഉണ്ടാ പ്രിന്റ്? പ്രിന്റ് ഇല്ലെങ്കിൽ നമുക്ക് കേട്ടിരുന്നാൽ മനസ്സിലാവുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, നമുക്ക് ആ വേർഡ് ചെയ്ത് തുടങ്ങാം. എന്താണ് ഗുഡ് മാനേഴ്സ്? ഇത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഓരോരുത്തർക്ക് പറയാം. നമുക്ക് കുട്ടികളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുഡ് മാനേഴ്സ് എന്തൊക്കെയാണ്? എന്താണ്? റെസ്പെക്ട് എൽഡേഴ്സ്. മുതിർന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ പ്രോപ്പർ ടോയ്ലറ്റിംഗ് ഹാബിറ്റ്. എന്താണ്? ടേബിൾ മാനേഴ്സ്. ഓരോന്ന് പറയാം. എനിക്കറിയാവുന്ന മാനേഴ്സ്. പങ്ക്ച്വാലിറ്റി നല്ലതാണ്. പ്രോപ്പർ ഹാൻഡ് വാഷ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. അതെ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നമ്മൾ നല്ല രീതിയിൽ കൈ കഴുകണം. ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? ഇതേപോലെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം. ബെഡ്റൂം മാനേഴ്സ്. ഓക്കെ, അത് ടെസ്റ്റിലെ പോർഷൻ നോക്കണ്ട കേട്ടോ. ഹെൽത്തി ഫുഡ് കഴിക്കുന്നതും അത് ഗുഡ് മാനേഴ്സ് ആണ്. ഹെൽത്തി ഫുഡ്. ഷെയറിംഗ് മെന്റാലിറ്റി. പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുക ആൾക്കാരുടെ മുന്നിൽ. പ്രോപ്പർ ബിഹേവിയർ. കട്ട് ചെയ്യുന്നത്. എന്താണ്? നെയിൽസ് ഒക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, വേറെ ബെഡ്റൂം മാനേഴ്സ് എന്ന് പറഞ്ഞു. ബ്രഷിംഗ്. എന്താണ്? ക്ലീനിങ്. ക്ലീൻ ചെയ്യാം. നിങ്ങൾ പേഴ്സണൽ ഹൈജീനിക് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ? ഗുഡ് മാനേഴ്സ് ആയിട്ട് പറയാം. മാനേഴ്സിൽ വരുന്നത് നല്ല ശീലങ്ങള് അല്ലെ? നമുക്ക് ഇവിടെ നോക്കാനുള്ളത് കുറച്ച് മാനേഴ്സ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന മാനേഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട് ഗുഡ് മാനേഴ്സ്. നമ്മളിപ്പോ പറയും ഫ്രണ്ട്സിന്റെ കാര്യമാണ് ആദ്യം പറയണത്.
നമുക്കിപ്പോ ഫ്രണ്ട്സ്, കുട്ടികളെ സംബന്ധിച്ച് എന്താണ് ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ലോകമാണ്. ഇപ്പം ചിലപ്പോ ചില കുട്ടികൾക്കൊക്കെ ഒറ്റൊരു ഫ്രണ്ട് ഉണ്ടാവുള്ളൂ. ബാക്കി എന്താ പറയാ, ബാക്കി കുറെ ക്ലാസ്സിൽ കുറെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരൊക്കെ ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ അല്ലെ. ചിലപ്പോൾ നമുക്കുണ്ടാവും, നമ്മൾ മുതിർന്നാലും ചിലപ്പോൾ അതേ ഫ്രണ്ട് നമ്മളുടെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പോ ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ച് അതുകൊണ്ട് കുറച്ച് തോട്ട് ഇൻഫെക്ഷനും ചുമയൊക്കെ ഉണ്ട്. അതൊക്കെ സംസാരിക്കുള്ളൂ, ഒരു ചെറിയ പ്രശ്നം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഞാൻ ഒരു ഹെഡിങ് വായിക്കാം, ഹെഡിങ് ഞാൻ വായിക്കും, ഉള്ളിലത്തെ കണ്ടന്റ് നിങ്ങൾ ഓരോരുത്തരും വായിക്കണം കേട്ടല്ലോ. എന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട് ആണ് പറഞ്ഞത്. ആദ്യം വായിക്കേണ്ട ആള് ഞാൻ പറയാം, പിങ്കി വായിച്ചു കേട്ടോ. വായിക്കോടോ? മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ് വായിക്കാൻ പറ്റുന്ന റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ എനിക്ക് തോന്നുന്നത്? ഓക്കെ, തുടങ്ങാം. വൃന്ദ വായിക്കാം മിസ്സേ. ഓക്കേടാ. Manners with a friend. A friend in need is a friend indeed. Good friend is a must for everybody. ഫസ്റ്റത്തെ സെന്റൻസ് ശ്രദ്ധിക്കും. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഓക്കെ, നമ്മള് എപ്പോഴും ഈ ഒരു ഡയലോഗ് കുട്ടികൾ പറഞ്ഞു അല്ലെങ്കിൽ സിനിമയിലെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കേട്ടിട്ടില്ല എല്ലാവരും? കേട്ടിട്ടുണ്ടോ? സിനിമയിലെങ്കിലും കേട്ടിട്ടുണ്ടാവട്ടെ. മാം സ്റ്റോറി കേട്ടിട്ടുണ്ട്. എന്താണ് മാം ഒരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, ഒരു പഴയ കുട്ടിക്കാലം പോലൊക്കെ കേൾക്കുന്ന ഒരു സ്റ്റോറിയാണ്. 2 കൂട്ടുകാരും കൂടി കാട്ടിൽ പോകുന്ന, എന്നിട്ട് ഒരാൾക്ക് പേടി തോന്നി, മറ്റേ ആള് മരത്തിൽ കയറുമല്ലോ കരടിയെ കണ്ടിട്ട് പേടിച്ച് ഒരാള് മറ്റേ ഫ്രണ്ടിന്റെ സുഹൃത്തിനെ താഴെ വിട്ടിട്ട് മറ്റേ ആൾക്ക് മരം കയറാൻ അറിയാമായിരുന്നു. മരം കയറി മുകളില് കയറിയിരുന്നു. എന്നിട്ട് ഈ ആൾക്ക് ഒന്നും ചെയ്യാനും അറിയില്ല, മരം കയറാനും അറിയില്ല. എന്നിട്ട് ഈ സുഹൃത്ത് താഴെ കടക്കുവാണ്. അപ്പം കരടി വന്നിട്ട് ഇയാളെ ശ്വാസം പിടിച്ച് കിടക്കുവാണ്. അപ്പൊ കരടി വന്ന് മണത്ത് നോക്കി, കരടി സാധാരണ ഇപ്പം മരിച്ച ആൾക്കാരനെ കഴിക്കാറില്ല ആണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ കഴിക്കാണ്ട് പോയി. എന്നിട്ട് അങ്ങനെ പോയി ഈ സുഹൃത്ത് രക്ഷപ്പെടുവാണ്. അപ്പൊ മുകളില് കയറിയ സുഹൃത്ത് താഴെ ഇറങ്ങി വരുമ്പം വന്നിട്ട് ചോദിക്കുവാണ്, കരടി നിന്നോട് എന്താ പറഞ്ഞത്? അപ്പൊ ഈ സുഹൃത്ത് പറയുവാണ്, ഒരു കൂട്ടുകാരൻ നമ്മളുടെ ആവശ്യത്തില് നമ്മളുടെ സഹായിച്ചില്ലെങ്കിൽ അത് ഒരു യഥാർത്ഥ കൂട്ടുകാരനല്ല. ഈ ഇംഗ്ലീഷില് തന്നെ എ ഫ്രണ്ട് ഇൻ നീഡ് ഫ്രണ്ട് ഇൻ നീഡ് പറഞ്ഞ പോലെ. അപ്പൊ ഈ കഥ കുട്ടിക്കാലം മുതൽക്ക് കേട്ട ഒരു കഥയാണ്. അപ്പൊ അത് ഈ ലൈന് തന്നെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. നല്ലൊരു സുഹൃത്ത് എല്ലാവർക്കും ആവശ്യമാണ്. നമുക്ക് ആവശ്യത്തിന് ഉപകാരപ്പെടുന്നവനായിരിക്കണം നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴാണോ നമുക്കൊരു ഫ്രണ്ടിന്റെ ആവശ്യം എന്നുള്ളത് ആ സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം നമ്മുടെ ഫ്രണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോൺ കോളിന് അപ്പുറത്ത് ആളുണ്ട്, ഓക്കെ ആണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ഭയങ്കര ആശ്വാസമാണ്. ഇപ്പൊ എത്ര വലുതായാലും അല്ലെങ്കിൽ ഇത്ര ഏജ്ഡ് ആയാലും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണ്ടാവും. നമുക്ക് ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മിക്കവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് ഒരു യഥാർത്ഥ സുഹൃത്ത് ലൈഫ് ലോങ് നമുക്ക് ആവശ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്താരാണ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവളെ ഓർക്കാറും അല്ലെങ്കിൽ നമ്മൾ അവളെ വിളിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവളുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് അറിയാണ്ട് നമ്മുടെ ഫോണിലേക്ക് വരും. എന്ന് വെച്ചാൽ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ജസ്റ്റ് ഭയങ്കര സങ്കടമായിട്ടിരിക്കുകയാണെങ്കിൽ അവള് മെസ്സേജ് അയക്കും. ഞാൻ വിചാരിക്കും
എന്റെ ഫ്രണ്ടിന്റെ കാര്യമാണ്. ഞാൻ വിചാരിക്കും ഇവളെങ്ങനെ മനസ്സിലാക്കി വിഷമാണ് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഫോൺ എടുക്കും. അതേപോലെ തന്നെ ആൾക്ക് വിഷമാവുമ്പോഴും വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് അറിയാതെ ഇരിക്കും. ചിലപ്പോ അന്ന് അവളുടെ ബർത്ത്ഡേക്ക് ജസ്റ്റ് കോൾ ചെയ്ത് സംസാരിക്കും, നോർമലായിട്ട് സംസാരിക്കും, കോൾ കട്ട് ചെയ്യും. പിന്നെ ആലോചിക്കുമ്പോഴാണ് ജസ്റ്റ് ഇന്ന് ബർത്ത്ഡേ എന്നല്ല, ഞാൻ വിഷ് ചെയ്തും കൂടി ഇല്ല. പിന്നെ രണ്ടാമത് വിളിക്കുമ്പോ അവള് ചോദിക്കും, നീ മനഃപൂർവ്വം വിളിച്ചിട്ട് എന്താ പറയാ എന്നെ വിഷ് ചെയ്യാണ്ട് ഫോൺ കട്ട് ചെയ്തല്ലേ, ഞാൻ വിചാരിച്ചു നീ മറന്നു പോയിന്ന്. ഞാൻ പറയും ശരിക്കും ഞാൻ മറന്നു പോയതാണ്, ജസ്റ്റ് എന്താ പറയാ അറിയാതെ അവൾ വിളിച്ചു പോയതാണ്, വിളിക്കാനായിട്ട് എനിക്ക് തോന്നി, ജസ്റ്റ് അതുകൊണ്ട് ഞാൻ വിളിച്ചു പോയതാന്ന് പറയും. അപ്പം നമുക്ക് എപ്പോഴും ഒരു ഫ്രണ്ട് വേണം. ആ ഫ്രണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആവട്ടെ, അത് ചിലപ്പോൾ നമ്മളെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ അവളോട് ആ സങ്കടം പറയുന്നത്. അപ്പൊ നമ്മൾ ആ വിഷമം പറയുന്നത് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷമം ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ആ ഒരു സങ്കടം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആളെ കോൾ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി കാര്യങ്ങൾ പറയുന്നത്. അതില് ശരിക്കും അതിൽ അഭിപ്രായം പറയാനോ അങ്ങനെ ഒന്നും നിൽക്കരുത്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ആളെന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ആൾക്ക് ഫാമിലി കുറെ പ്രശ്നമുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയും. പക്ഷെ അവള് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഞാൻ ഒന്നും പറയില്ല തിരിച്ച്. അതിനെ കുറിച്ച് കമന്റോ അല്ലെങ്കിൽ അവൾക്ക് അഭിപ്രായങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും പറയില്ല. അവള് ജസ്റ്റ് എന്നെ വിളിച്ചത് ഈ കാര്യം എന്നോട് പറയണം, അവളുടെ വിഷമം കുറച്ച് കുറയും, അതെനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, മാറിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് കട്ടാക്കി വെച്ചില്ല. അതേപോലെ അവൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാല് അവളെ കൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല തീരുമാനം, അപ്പൊ എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഞാനിപ്പോ ഇന്ന കാര്യം ചെയ്യാൻ പോവാണ്, എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്, പിന്നെ കാര്യം ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ഒരു 2-3 months മുമ്പായിട്ട് നടന്നൊരു സംഭവമാണ്. ആൾക്ക് ജോലി കിട്ടി. അവള് ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഹുസാറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അത് ട്രെയിനിങ് ഒരു 8 മാസം കൂടുമ്പോഴാണ് കയറുന്നത്. 8 മാസം കഴിഞ്ഞ് 4 മാസം ലീവ്, പിന്നെയും 8 മാസം കഴിയുമ്പോൾ അവർ വിളിക്കും. അങ്ങനെയായിരുന്നു ഹുസാറ്റിൽ കയറിക്കൊണ്ടിരുന്നത്. ഒരു 5 വർഷമായിട്ട് അവള് അവിടെ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ 8 months വേണ്ടിയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് അവൾക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു വേക്കൻസി വന്നു. എയിംസിന്നായിരുന്നു. അപ്പൊ ആളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, എയിംസി ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത 2 മാസം കഴിഞ്ഞ് ഞാൻ ഹുസാറ്റിലേക്ക് പോകാൻ പോവാണ്. സോ ഞാൻ പറഞ്ഞു നല്ലത് എനിക്ക് തോന്നുന്നത് എന്താണ്, എയിംസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ്, പെർമനന്റ് ആയിട്ടാണ് ജോബ്, പിന്നെ സാലറി നല്ല പാക്കേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ എയിംസ് ആണ് നല്ലത്. ആള് ജോയിൻ ചെയ്തു. ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കും, പിന്നെ ബിസിയാണ്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയം വരുമ്പോഴോ അല്ലെങ്കിൽ ആൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണ അല്ലെങ്കിൽ എടുക്കുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ് കാണുമ്പോൾ മാത്രമേ എന്നെ വിളിക്കുള്ളൂ. എന്തെങ്കിലും എന്താ പറയാ അവർക്ക് എന്തെങ്കിലും സങ്കടം വന്നാലോ അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ മാത്രം ഒരു അവളുടെ മൈൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്യാറുള്ളത്. അപ്പൊ നമുക്കൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു സുഹൃത്ത് നമ്മുടെ ജീവിതകാലം മുഴുവനും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും വേണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു നല്ല ഫ്രണ്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരു മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഇനി ആരെ വായിച്ചില്ല വൃന്ദ വായിച്ചു കണ്ടിന്യൂ ചെയ്തോട്ടാ. Okay, Miss. So, we have good friends and maintain the friendship even with an empathetic mind. Teachers should Teachers should assert the importance of good friendship and give some instructions on how to maintain friendship through manners. ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാവർക്കും നല്ലൊരു സുഹൃത്ത് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു അനുകമ്പയോടുള്ള ഒരു മനസ്സോട് കൂടി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊന്നും റിട്ടേൺ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാവരുത് നമ്മുടെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്ഷിപ്പിലേക്ക് ഏർപ്പെടാനായിട്ട്. നമുക്ക് തിരിച്ചൊന്നും കിട്ടില്ല, നമുക്കൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയാ ഭയങ്കര പ്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്.
ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബ്ലഡ് റിലേഷനിലുള്ള ആളോട് തോന്നുന്ന അതൊരു അഫെക്ഷൻ ആണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോട് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ നമ്മുടെ ഫ്രണ്ട്സിനോട് തോന്നുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻ അത്രയും എന്താ പറയാ പ്യൂർ ആണ്. സോ അപ്പൊ നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ടീച്ചേഴ്സും ഈ ഗുഡ് ഫ്രണ്ട്ഷിപ്പുകൾ എന്ത് ചെയ്യുന്നതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഈ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് എന്തെല്ലാം മാനേഴ്സിലൂടെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്ക് പറയാം ഗുഡ് ഫ്രണ്ട്ഷിപ്പിൽ എന്തൊക്കെ മാനേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫ്രണ്ട്സുകൾ തമ്മിൽ എന്തൊക്കെ മാനേഴ്സ് ഫോളോ ചെയ്യണം, എന്തൊക്കെ മാനേഴ്സ് ഫോളോ ചെയ്യേണ്ടത് ഞാൻ ഒന്നും പറയട്ടെ. ഷെയറിങ്. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളെ അവരായിട്ട് എന്ത് ചെയ്യാൻ നോക്കാം, ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. വേറെ എന്തൊക്കെയാ? മെന്റലി അവരെ ഹെൽപ്പ് ചെയ്യണം. തളർന്നിരിക്കുമ്പോ കൂടുതൽ തളർന്നില്ല പറയാതെ അവരെങ്ങനെ എൻകറേജ് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ, അവരിപ്പോ വിഷമത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. വേറെ അവരെ കേൾക്കാൻ തയ്യാറാവണം. അവര് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മള് അവരുടെ എന്താണോ അവര് പറയുന്ന കാര്യം, അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മൾ അത് കേൾക്കാൻ തയ്യാറാവണം. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിലല്ല പത്രത്തിൽ വായിച്ചൊരു റിപ്പോർട്ടാണ്. ഒരു 23 വയസ്സുള്ള ഒരു പെൺകൊച്ച് എന്താണ് ആത്മഹത്യ ചെയ്തു. ഞങ്ങളുടെ ഇവിടെ പെരിയാർ പുഴയിൽ നിന്ന് എടുത്ത് ചാടിയതാണ്. ആലുവയില് പുഴയിൽ നിന്ന് എടുത്ത് ചാടി. ഒരു 8:45 7 മണിക്ക് എന്തോ ചാടിയതാണ്. 8:45 ആയപ്പോഴേക്കും ബോഡി കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ആ കുട്ടിക്ക് ആ സമയത്ത് കല്യാണം കഴിച്ചു എന്ന് തോന്നുന്നത്, ആ കുട്ടിക്ക് ആ സമയത്ത് ഒരു നല്ലൊരു സുഹൃത്തിനെ വിളിച്ച് ആ കാര്യം അവളുടെ വിഷമം എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അവളുടെ വിഷമം കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥ നമുക്ക് വരില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്തൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പും നമ്മുടെ മൈൻഡ് ഒന്ന് കാമാക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ടിനോട് ആ വിളിച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മള് സെലക്ട് ചെയ്യേണ്ടത് അതേപോലത്തെ ഫ്രണ്ട്സിനെ ആയിരിക്കണം. നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള, നമ്മളുടെ വിഷമങ്ങൾ നമ്മളെ പോലെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടാൻ വെച്ചാൽ നല്ലതാണ്. അപ്പൊ ആ ഫ്രണ്ടിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, വേറെ എന്തൊക്കെ മാനേഴ്സാ? ഫ്രണ്ടിനെ കെയർ ചെയ്യണം, സ്നേഹിക്കും വേണം. നമ്മള് സുഹൃത്തിനെ നല്ല കെയർ ചെയ്യണം, അവരെ പരിഗണിക്കണം. നമ്മളിപ്പോ നമ്മള് എന്താ പറയാ, സാധാരണ ഫ്രണ്ട്സിനൊക്കെ കെയർ ഒക്കെ ചെയ്യും. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ടിനെ എങ്ങനെയാ കെയർ ചെയ്യാറുണ്ടോ? നമ്മൾ ആരെങ്കിലും കെയർ ചെയ്യാറുണ്ടോ? ഒരു വിലയും കൊടുക്കാറില്ല. അതെന്താണ്? അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ അങ്ങനെയാട്ടോ. നമ്മൾ മറ്റു ഫ്രണ്ട്സിനോട് കെയർ ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ റെസ്പെക്ട് ഒക്കെ കൊടുത്താണ് സംസാരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ടിനോട് ഈ ഒരു പരിഗണന കൊടുക്കാറേ ഇല്ല. ചിലപ്പോ അതെന്തുകൊണ്ടാ? നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നല്ലേ. അപ്പൊ നമ്മള് ആൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേക റെസ്പെക്റ്റും അതേപോലെ തന്നെ ഒരു കെയറിങ്ങും അവരാഗ്രഹിക്കുന്നുണ്ടാവും. ഒരു ഫ്രീഡം നമുക്ക് അവരിൽ കൂടുതലായിരിക്കും ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത്. ശരിയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ടൈമിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഒരു സ്റ്റേജ്, നമ്മുടെ ലൈഫിന്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവരെല്ലാം നമ്മളിൽ നിന്ന് വിട്ടു പോകും. പക്ഷെ ഈ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ലൈഫ് ലോങ്, അത്രയും നല്ല ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് അവൾ എത്ര ദൂരത്താണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളോട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളത് ഫോളോ ചെയ്യും. മറ്റൊരു ഫ്രണ്ടിനെ അതത്ര ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, മറ്റു ഫ്രണ്ട്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതോ അല്ലെങ്കിൽ അവരെ കാണുന്നതോ മീറ്റ് ചെയ്യണതോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും, അവരോട് സംസാരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഈ ഫ്രണ്ട്ഷിപ്പ് എന്താണ്, അത്ര പ്യൂർ ആണ്. അതുകൊണ്ട് നമ്മളൊരു വാല്യൂ കൊടുക്കാൻ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മുതിർന്നവരുടെ കാര്യമാണ്, കുട്ടികളുടെ കാര്യമാണ്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ നമ്മൾ
മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയായിരിക്കും. അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും, നടക്കുന്നത് ഒരുമിച്ച്, നിൽക്കുന്നത് ഒരുമിച്ച്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ച്, കൈ കഴുകാൻ പോകുന്നത് ഒരുമിച്ച്, എല്ലാ കാര്യം ചെയ്യുന്നത് ഒരുമിച്ച്. അപ്പൊ എന്താ പറ്റണെന്ന് അറിയാവോ? എന്തെങ്കിലും ഈ ക്ലാസ്സിൽ വല്ല ഗ്രൂപ്പൊക്കെ ആയിട്ട് തിരിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് ഒരാളെ മാറ്റി ബെഞ്ച് ജസ്റ്റ് ഒന്ന് ബെഞ്ച് മാറ്റിയിരുത്തിയാൽ പോലും ഭയങ്കര പ്രശ്നമാവും അവിടെ. പിള്ളേര് തമ്മില് വിഷമാവും. പിന്നെ വീട്ടിൽ പോയി പറയും, പാരന്റ്സിനെ കൊണ്ട് പറയിപ്പിക്കും. നമുക്ക് പിന്നെ വന്നത് പാരന്റ്സിന്റെ കോള, എന്താണ് മിസ്സേ എന്തോ പറ്റി, അവളെ കൊച്ചിന്റെ ഒപ്പം ഇരുത്താനിത്, ഇന്ന കൊച്ചിന്റെ ഒപ്പം ഇരുത്താനിത്. അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അവര് ഇവിടെ വീട്ടിലും വീടിന്റെ അടുത്തും ഒരുമിച്ചാണെങ്കിൽ തീർന്ന്. രണ്ട് പാരന്റ്സും കൂടി വരും, നിർബന്ധിക്കും അവരെ ഒരുമിച്ചിരുത്തണം. ചില കാര്യങ്ങളൊക്കെ നല്ലതാണ്, കുറച്ച് ഇത്തിരി മോശം പറയാ. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ്. ഈ ഒരുമിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാവുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കുട്ടികളുടെ ഇടയിൽ സംഭവിക്കുകയാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയാ, ചെറിയ തല്ലുപിടുത്തങ്ങള്, അതേപോലെ ചേർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് വലുതാവും. കാരണം ഇണക്കമുള്ളടത്തോ എന്താണ് പിണക്കുണ്ടാവുന്നോ അങ്ങനെ എന്തൊക്കെയോ പറയും. അല്ലെങ്കിൽ ഇഷ്ടം കൂടുതലുള്ളവരുടെ എപ്പോഴും വഴക്കുണ്ടാവുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഓരോ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. എല്ലാവരുമായിട്ട് ഇപ്പൊ ചില കുട്ടികൾ ഭയങ്കര ഉണ്ടാവും, നമ്മളത് കണ്ടുവരുന്നുണ്ടാ. കുറെ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ഫ്രണ്ട് സ്കൂൾ മാറിപ്പോയി എന്ന് വിചാരിക്കുക, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്കൂൾ മാറിപ്പോയെങ്കിൽ ആദ്യത്തെ ദിവസം അവൻ വരും, രണ്ടാമത്തെ ദിവസം അവൻ എന്താ ചെയ്യണേ, എന്റെ ഫ്രണ്ട് പോയ സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ചില പിള്ളേരെ TC വാങ്ങിച്ച് ഇവിടുന്ന് അവിടേക്ക് പോകും. അങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ്. നമ്മള് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ്, അല്ലാണ്ട് എല്ലാവരും ഒരു ഗ്യാങ് മറ്റൊരു കുട്ടീനെ വേർതിരിച്ച് കാണുകയും അതേപോലെ ഒരാളെ മാത്രം ശത്രു ആയിട്ട് കാണുക, അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. അത്രയുമാണ് ഗുഡ് മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സിൽ പറയാനുള്ളത്. ഇനി ബാത്റൂം മാനേഴ്സ് ആണ്. ബാത്റൂം മാനേഴ്സിൽ എന്താ പറയണത്, നമ്മൾ എങ്ങനെയാണ് ബാത്റൂം യൂസ് ചെയ്യേണ്ടത്, നല്ല ക്ലീൻ ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ നിങ്ങള് സ്കൂളുകളിലൊക്കെ ഇല്ലേ, ആൺകുട്ടികളുടെ ബാത്റൂമാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അവർക്ക് ഈ ബാത്റൂം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രവരയിലും ഈ ഭിത്തി മൊത്തം ഇങ്ങനെ വരച്ചു വെക്കുക. അതേപോലെ തന്നെ പേര് എഴുതി വെക്കുക. ഏതെങ്കിലും ആൺപിള്ളേരുടെയും ഏതെങ്കിലും പെൺപിള്ളേരുടെയും പേര് എഴുതി വെക്കും. അത് പ്രശ്നമാവും. ഭയങ്കര പ്രശ്നങ്ങളായി ബാത്റൂമിന്റെ കാര്യത്തില്. ഈ ബാത്റൂമിന്റെ ഡോറിൽ പിക്ചർ വരച്ചു വെക്കും. എന്തിനാണെങ്കിൽ അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേഴ്സ് അല്ല. അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ബാത്റൂമിൽ പോയതിനു ശേഷം അത് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. നമ്മുടെ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതൊക്കെ കുട്ടികളുടെ ചെറുപ്പത്തിലേ മുതൽ നമ്മൾ എന്ത് ചെയ്യാം, ശീലിപ്പിക്കാം. പിന്നെന്താണ്, അതേപോലെ ബാത്റൂം മാനേഴ്സ്, ടോയ്ലറ്റ് മാനേഴ്സ് ഒക്കെ ചെറുപ്പത്തിലേ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുക. അതേപോലെ ഇന്റർവെൽ ടൈംസിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ടോയ്ലറ്റിൽ പോകുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ കുടിക്കണം. അത് നമ്മുടെ എന്താണ് ഹൈജീന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഭാഗമാണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ വാട്ടർ കുടിക്കണം. അതേപോലെ ഇന്റർവെൽ ടൈംസിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇന്റർവെൽ കൊടുക്കുന്നത്. അപ്പൊ ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് ടോയ്ലറ്റിൽ പോകണം. അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ, അതേപോലെ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരും. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പെൺകുട്ടികളാണ്. ഇപ്പം എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഹൈസ്കൂൾ അല്ലെങ്കിൽ UP കഴിഞ്ഞ് ഹൈസ്കൂൾ എത്തിയതിനു ശേഷം ഞാൻ സ്കൂളില് ടോയ്ലറ്റ് യൂസ് ചെയ്യാം. എനിക്ക് ഇഷ്ടമല്ല. എന്നാണ് ഞാൻ മുമ്പിട്ട ചെറുപ്പത്തില് കുഞ്ഞു ചേർന്നല്ലേ, അപ്പൊ ടോയ്ലറ്റ് യൂസ് ചെയ്യില്ല. ഭയങ്കര വാശിയൊക്കെയായിരുന്നു. അവിടുത്തെ ടോയ്ലറ്റ് ക്ലീൻ അല്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യൂല. പിന്നെ വീട്ടിൽ വന്നിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അതിന്റെ പ്രശ്നം എനിക്ക് എപ്പോ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ കഴിഞ്ഞു ഡിഗ്രി കോളേജിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോ
കോളേജിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോ ഇതേ ഒരു പ്രശ്നമാണ്. പക്ഷെ മുമ്പ് സ്കൂളിന്റെ അടുത്ത് വീടായിരുന്നു. അപ്പൊ വീട്ടിൽ പോയി ടോയ്ലറ്റിൽ പോയിട്ട് വരികയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേഗം ക്ലാസ് കഴിഞ്ഞ് വേഗം ടോയ്ലറ്റിലേക്ക് വീട്ടിൽ പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ കോളേജിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, പോയി വരാൻ ഒരുപാട് ടൈം എടുക്കും. ഇതേപോലെ ഞാൻ യൂറിൻ എന്ത് ചെയ്യും, പിടിച്ചു നിർത്തും. പക്ഷെ അത് എനിക്ക് കോംപ്ലിക്കേഷൻ ആയി, യൂറിനറി ഇൻഫെക്ഷൻ കൂടി. അത് കഴിഞ്ഞ് ഭയങ്കര വയറുവേദനയും അങ്ങനെ പ്രശ്നങ്ങളായിട്ട് നിൽക്കാൻ പറ്റാത്ത പോലെ വയറുവേദനയാണ്. നമ്മൾ കിഡ്നി സ്റ്റോൺ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല വേദനയാണ്, ഒട്ടും സഹിക്കാൻ പറ്റുന്ന. നടു മുതൽ വയറ് വരെ ഭയങ്കര വേദനയായിരിക്കും. സോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്നോട് ചോദിച്ചിങ്ങനെയാണ്, നിങ്ങൾ ടോയ്ലറ്റിലൊക്കെ കറക്റ്റായിട്ട് പോകാറില്ലേ, വെള്ളം കുടിക്കാറില്ല ചോദിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാറുണ്ട്, അത്യാവശ്യം കുടിക്കാറുണ്ട്, കുന്നോളം കുപ്പിയിൽ വെള്ളം കുടിക്കാറുണ്ടെന്ന് പറയും. എന്നോട് ചോദിച്ചു പിന്നെ എന്താ പ്രശ്നം, ഞാൻ പറഞ്ഞു ടോയ്ലറ്റിൽ പോകാറില്ല, കറക്റ്റ് ആയിട്ട് ടോയ്ലറ്റ്. അപ്പൊ ഞാൻ രാവിലെയും പോകും, വൈകുന്നേരം ടോയ്ലറ്റ് വീട്ടിൽ വന്നിട്ട് പോകുന്നു പറയും. അതാണ് പ്രശ്നം. പറഞ്ഞ് അതെന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന്റെ വെള്ളം എത്ര കുടിക്കണോ അതേപോലെ തന്നെ ഇന്റർവെൽസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ടോയ്ലറ്റിലും പോകണം. ഞാൻ എന്താ ശീലിച്ചേ, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ആ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കിഡ്നി സ്റ്റോണേ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വേദനയാണ്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ എവിടെ പോയാലും കുപ്പി കൊണ്ടുപോകും. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും, വെള്ളം കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇപ്പൊ പുറത്ത് എവിടെ പോയാലും വെള്ളം കൊണ്ടുപോകും. അതേപോലെ തന്നെ ടോയ്ലറ്റ് അത്യാവശ്യം നമുക്ക് ക്ലീൻ ആണെന്ന് തോന്നുന്ന ടോയ്ലറ്റ് ആണെങ്കിൽ ഞാൻ അവിടെ ടോയ്ലറ്റിൽ പോകും. അല്ലാതെ ഭയങ്കരമായിട്ട് ക്ലീൻ ആണെന്നല്ലെങ്കിൽ ഞാൻ മാക്സിമം പോകാതിരിക്കുകയാണ് ചെയ്യാറ്. ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. നമ്മളത് ഒന്ന് വെള്ളം കുടിക്കാത്തത് കൊണ്ട് വരുന്ന അസുഖമാണ്, പിന്നെ ഒന്ന് ടോയ്ലറ്റിൽ പോകാത്തത് കൊണ്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷനും കിഡ്നി സ്റ്റോണൊക്കെ വരും. അപ്പൊ നമ്മൾ അതേപോലെ കുട്ടികളോട് പറയാം, ഇങ്ങനെ പ്രശ്നങ്ങൾ വരും, നിങ്ങൾ ബാത്റൂമിൽ കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റിൽ പോകണം, അതേപോലെ തന്നെ ബാത്റൂമിൽ പോകണം, കറക്റ്റ് രീതിയിൽ അത് ക്ലീൻ ഒക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഈ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇടിച്ച് കയറി പോണെന്ന് കണ്ടിട്ടുണ്ടാവും. ഒരുമിച്ച് ഉന്തും തള്ളുമായിട്ട് ക്യൂ ഒക്കെ നിന്ന് ഇടിച്ച് കുത്തിയായിരിക്കും പോണത്. അപ്പൊ നമ്മൾ അവരോട് പറയണം, ഓരോരുത്തരായിട്ട് ടോയ്ലറ്റിൽ പോവാം. അതേപോലെ പതുക്കെ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്. നമ്മൾ എന്താ പറയാ, ടോയ്ലറ്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ എന്തോ കടന്നൽ കൂട്ടി കല്ലിട്ട പോലെ ഭയങ്കര സൗണ്ടാവും. അപ്പം നല്ല അടുക്കും ചിട്ടയോട് കൂടെ ആ കുട്ടിയോട് പോകാൻ പറയാം. ആരെയും തള്ളരുത് എന്നൊക്കെ പറയണം. നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം, കൈയൊക്കെ നല്ല രീതിയിൽ കഴുകണം. അതേപോലെ നല്ല രീതിയിൽ അതേപോലെ ടോയ്ലറ്റിലെ വെള്ളമൊന്നും കുടിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ കുട്ടികളോട് പറയാം, കറക്റ്റ് ആയിട്ട് സിബൊക്കെ പൂട്ടിയിട്ട് വേണം ടോയ്ലറ്റ് കഴിഞ്ഞ് വരാനായിട്ട്, ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അത്യാവശ്യം നമുക്കറിയാവുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ബാത്റൂം മാനേഴ്സ് ആരാ വായിക്കണേ? മാം ഞാൻ വായിക്കട്ടെ. ഓക്കേടാ, വായിച്ചു. While taking a bathroom manners. While taking a bath, how to behave is a must every day. Using others' soap, towel, dip, peers are bad. Ma'am, ഒരു മിനിറ്റ്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് കേട്ടോ, ഞാനതൊന്ന് തിരുത്തട്ടെ കേട്ടോ. ഇവിടെ കോമയാണ്, ഇവിടെ ഒരു കോമയാണ് വരുന്നത്. എന്താ പറയുന്നത്, ബാത്റൂം മാനേഴ്സ്, ഹൗ ടു ബിഹേവ്, നമ്മൾ എങ്ങനെയാണ് ബാത്റൂമിൽ ബിഹേവ് ചെയ്യേണ്ടതും, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ടവലും സോപ്പും യൂസ് ചെയ്യണത് ബാഡാണ്. അതേപോലെ നമ്മൾ ഒരുപാട് വെള്ളം ചെവിയിൽ കയറുന്ന രീതിയിൽ ചെവി മുക്കി പിടിക്കുന്നതൊക്കെ ബാഡാണെന്ന് നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അടുത്തത് tachography on the walls. Drawing. എന്താണ് ടാക്കോഗ്രാഫി മനസ്സിലായോ? ഇത് എന്തോ സംഭവമാണെന്ന്. ചുമരെഴുത്തില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ചുമരെഴുത്ത്, അത് ഓക്കെ പറഞ്ഞോട്ടാ. Drawing pictures on the bathroom door and putting wastes are too bad. ഓക്കെ, അപ്പൊ നമ്മള് ബാത്റൂം വാൾസിൽ ഈ ചുമരെഴുത്തും അതേപോലെ തന്നെ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാനുള്ളതും, ബാത്റൂം ഡോറിലൊക്കെ പിക്ചറൊക്കെ വരച്ചു വെക്കാം. അതേപോലെ ബാത്റൂമിൽ വേസ്റ്റ് ഇടാം, അല്ലെങ്കിൽ അതൊക്കെ എന്താണ് വളരെ മോശമാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. So correct the students and give the right instruction while they go to the bathroom and toilets.
നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത്, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, റൈറ്റ് എങ്ങനെയാണ് ടോയ്ലറ്റിൽ ബിഹേവ് ചെയ്യേണ്ടതെന്നും അതേപോലെ ബാത്റൂം മാനേഴ്സും കറക്റ്റ് ആയിട്ട് നമ്മൾ അവർ പറഞ്ഞു കൊടുക്കണം. Give strict command when you send the students for the intervals. നമ്മൾ കുട്ടികൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് കമാൻഡ് കൊടുക്കണം. ഇന്റർവെല്ലിന് പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ താഴെ പറയുന്ന കമാൻഡുകളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. വായിച്ചോട്ടെ ഓരോന്ന്. Go one by one, go silently, do not scribble, do not pull or push others, pour enough water, wash hands and feet, do not drink the water in the bathroom, put the dippers at the right place, use the toilet properly, put the zip correctly and carefully, etc. The above instructions definitely guide students in the right way. In this way, they can get good bathroom behavior. ഓക്കെ, അപ്പൊ ഓരോരുത്തര് ക്യൂ ആയിട്ട് 1 by 1 ആയിട്ട് പോകണം. സൗണ്ട് ഒന്നും എടുക്കാണ്ട് ഒച്ചപ്പാടൊന്നും എടുക്കാണ്ട് പോകണമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരോട് ബാത്റൂമിൽ എഴുതാനൊന്നും പാടില്ല. മറ്റൊരാളെ ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ അവിടെ വെച്ച് പുഷോ പുള്ളോ ചെയ്ത്, കാരണം ടൈലാണ്. നമുക്ക് കുട്ടികളാകുമ്പോൾ ചെറിയ വാക്കുകളൊക്കെ ആയിരിക്കും, പക്ഷെ ചെന്ന് തലയൊക്കെ പോയി അവിടെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടെ ആക്സിഡന്റ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിൽ എനഫ് ആയിട്ടുള്ള വാട്ടർ പ്യൂർ ചെയ്ത് ഒഴിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മൾ ബാത്റൂമിൽ ഇറങ്ങിയ ശേഷം നല്ല രീതിയിൽ കൈയും നന്നായിട്ട് വാഷ് ചെയ്യണം, ഫീറ്റ് കാലും നന്നായിട്ട് വാഷ് ചെയ്യണം. അതേപോലെ ബാത്റൂമിൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഡൈപ്പേഴ്സ് ഒക്കെ റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ അത് എവിടെയാണ് വേസ്റ്റ് ബിന്നിൽ ഇടുന്നത് അവിടെ തന്നെ ഇടാം. അതേപോലെ തന്നെ വലിയ കുട്ടികളാണെങ്കിൽ നമ്മള് ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ എന്തായിരിക്കും വിസ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അവരോട് ഇന്ന രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ മിക്ക സ്കൂളുകളിലും ഇപ്പൊ എന്തുണ്ട് മെഷീൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ ആ രീതിയിൽ അത് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെന്റ് സ്കൂള്, ഞാൻ പഠിച്ച സ്കൂളാണ്, അപ്പൊ റിയൂണിയന്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ടോയ്ലറ്റ് എല്ലായിടത്തും ഒന്നും നടക്കുമല്ലോ, നമ്മൾ പഠിച്ച സ്കൂള് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സ്കൂൾ ആണെന്ന് തോന്നൂല. എനിക്ക് തോന്നിയിട്ട് ഒരു നല്ലൊരു എന്താ പറയുക CBSE സ്കൂളിന്റെ ഒക്കെ ഒരു നമുക്ക് എന്താ പറയാ ഒരു ഇതാണ് നമുക്ക് തോന്നിയത്, കണ്ടപ്പോ തന്നെ തോന്നുന്നത്. കാരണം അവിടെ അത്യാവശ്യം പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതേപോലെ ടോയ്ലറ്റിന്റെ ഭാഗത്ത് ചെന്നപ്പോ അവിടെ മെഷീൻ ഞാൻ കണ്ടു. ഈ ഒരു മെഷീൻ കണ്ടു. എന്താണ് നമുക്ക് ഈ ടോയ്ലറ്റിന്റെ അകത്ത് ഒരു ബ്ലോക്ക് പോലെയാണ്. അപ്പൊ അതിന്റെ ഈ നമ്മൾ വിസ്പർ ഒക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണം, അതേപോലത്തെ മെഷീൻസ്. നമ്മള് പഠിപ്പിക്കുന്ന സ്കൂളിൽ അത്ര വലിയ കുട്ടികളായിരിക്കില്ല. അവിടെ ഡയപ്പർ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ ഡയപ്പർ ഇടണം എന്നുള്ളത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ് എങ്ങനെയാണ് യൂസ് ദ ടോയ്ലറ്റ് എങ്ങനെ പ്രോപ്പർലി യൂസ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് അറിയാൻ പറ്റൂല. കാരണം നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചിലപ്പോ ഇതെല്ലാം അറിയണമെന്നില്ല. 3 വയസ്സുള്ള കുട്ടിക്ക് ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകണത് മുതൽ നമുക്ക് ഒരു ഫസ്റ്റ് എന്താ പറയാ ആ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ വരുന്നത്. അപ്പൊ അവിടെ മുതലായിരിക്കും കുട്ടികൾ പഠിച്ചു വരുന്നത്. അപ്പൊ ആദ്യമൊക്കെ പോകുമ്പോ എങ്ങനെയാണ് ഡ്രസ്സിലും അതേപോലെ തന്നെ ചിലപ്പോ നമ്മളിപ്പോ സ്ലീപ്പിംഗ് ടൈം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകും. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട ടൈമും പ്രോപ്പർ ആയിട്ട് അതെങ്ങനെ പോകേണ്ടതും ഡ്രസ്സൊക്കെ എങ്ങനെ അതൊക്കെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും, എന്നത് അത് കുഴപ്പമുണ്ടാവില്ല. നമുക്ക് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. പിന്നെ നമ്മൾ സിബുകൾ കറക്റ്റ് ആയിട്ട് അതേപോലെ കെയർഫുൾ ആയിട്ട് സിബൊക്കെ പോകാനായിട്ട് പഠിപ്പിക്കണം. സിബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്. നമ്മള് നിങ്ങളോടാണോ ഞാൻ പറഞ്ഞത് ഒരു ഫ്രെയിമില് സിബ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ നിങ്ങളോടായിരുന്നോ? ഫ്രെയിം വെച്ച് ആയിരുന്നോ? അല്ല, ഞങ്ങളോട് അല്ല. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലെ. അത് എന്താണ് ഹുക്ക് ഇടുന്നത് ഇങ്ങനെ രണ്ട് ഇത് നമ്മൾ കുടുക്കിടൂലേ ഷർട്ടിന്റെ ഷൂ ലേസ് കെട്ടുന്നത് അല്ലേ? അല്ലല്ല ബട്ടൺസ് ഇടൂലേ ഷർട്ടിന്റെ ബട്ടൺ ഫ്രെയിം. ഓക്കെ, ബട്ടൺസ് ഇടുന്നത്. അപ്പൊ കുറച്ച് ഫ്രെയിമുകൾ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് വരും. നമുക്ക് ആ സമയത്ത് നോക്കാം.
ഈ ബട്ടൺസ് എങ്ങനെയാ പ്രോപ്പർ ആയിട്ട്, ചില കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഒന്നും ഇടാൻ അറിയാൻ പറ്റില്ല. അത് ബട്ടൺസ് എങ്ങനെയാ ഇടുന്നത്, അതേപോലെ നമ്മൾ ഈ സിബ് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സിബ് ഇങ്ങനെ കൂട്ടേണ്ടതെന്നും, അതേപോലെ ആ ഷൂവിന്റെ ലേസ് അതെങ്ങനെയാ കെട്ടേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്ക് പ്രാക്ടിക്കൽ ഏരിയയിൽ നോക്കാം. ആ സമയത്ത് പഠിക്കാം. ഇനിയിപ്പോ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓവർലോഡ് ആവും, റെക്കോർഡൊക്കെ ചെയ്യാനുള്ളതല്ലേ, ഇല്ലെങ്കിൽ ഞാൻ തന്നാണ്. അപ്പൊ പുട്ട് സിബ് കറക്റ്റ് ആൻഡ് കെയർഫുള്ളി. ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഇൻ ദിസ് വേ ദേ ക്യാൻ ഗെറ്റ് ഗുഡ് ബാത്റൂം ബിഹേവിയർ. ഇതുവഴി അവർക്ക് നല്ല ബാത്റൂം ബിഹേവിയർ എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ബെഡ്റൂം മാനേഴ്സ് ആണ്. ജസ്റ്റ് ബെഡ്റൂം മാനേഴ്സ് നോക്കണ്ട, എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റൂലേ ബെഡ്റൂം മാനേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കി ഓരോരുത്തരും. ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുക, പുതപ്പൊക്കെ മടക്കി വെക്കുക. ഓക്കെ, നമ്മള് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുട്ടികളോട് ശീലിപ്പിക്കാം. ബെഡ്ഷീറ്റ് ഒക്കെ ഒരു കടന്ന് ചുളിഞ്ഞു കൂടി കിടക്കുന്നേക്കാൾ നല്ലത് നല്ല രീതിയിൽ അത് മടക്കി വൃത്തിയായിട്ട് വെക്കാം. നമ്മൾ കുട്ടികളെ രാത്രി കിടക്കാൻ നേരത്ത് ഗുഡ് നൈറ്റും അതേപോലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഗുഡ് മോർണിംഗും പറഞ്ഞ് വിഷ് ചെയ്ത് നമ്മൾ അവരെ എന്ത് ചെയ്യുക, എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കാം. കാരണം അത് നല്ലൊരു പ്രവൃത്തിയാണ്. കാരണം ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നും. ഞാനിപ്പോ രാത്രി ഉറങ്ങാൻ നേരത്തെ കൊച്ചിന് ഗുഡ് നൈറ്റ് പറയും, അതേപോലെ ഹെഡ് കിസ് ഒക്കെ കൊടുത്ത് പാവം ഉറങ്ങിക്കോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടത്തി വെക്കുക. അത് നമ്മള് കണ്ടിന്യൂ ചെയ്ത് അവരെ ശീലിപ്പിക്കാം. ഓക്കെ, നമ്മളിപ്പോ എങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. എന്നോട് ഏതൊരു ക്ലാസ്സിലെ കുട്ടി പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അന്ന് അമ്മേനെ ഹഗ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇപ്പൊ ഈ ഒരു മിസ് ചെയ്യും ചിലപ്പോ കുട്ടികൾ. നമ്മളിപ്പോ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എന്തുകൊണ്ട് അമ്മ ഗുഡ് മോർണിംഗ് പറയാൻ വിട്ടുപോയത്, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങോട്ട് ചോദിക്കണം. അമ്മയ്ക്ക് വിഷമിച്ചിരിക്കുകയാണോ, ഞാൻ ചോദിക്കും എന്താണ് ചോദിക്കുമ്പോ അമ്മ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, അവൾക്ക് മനസ്സിലായി ഞാൻ എന്തോ കാര്യത്തില് ഡിസ്റ്റർബ് ആണ്. അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ബെഡ്റൂമിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. നേരത്തെ എഴുന്നേൽക്കാൻ ശീലിപ്പിക്കുക, ശരിയാണ്. അതേപോലെ നേരത്തെ ഉറക്കാനും ശീലിപ്പിക്കാം. നേരത്തെ കുട്ടികളോട് കടന്നുറങ്ങാൻ പറയാം. നേരത്തെ എഴുന്നേറ്റാലാണ് അവർക്ക് രാവിലെ മോർണിംഗ് അവർ രാവിലത്തെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്ത് പ്രോപ്പർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഹോംവർക്കോ അല്ലെങ്കിൽ ലേറ്റ് ആവും, ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ലേറ്റ് ആവും. നേരത്തെ എഴുന്നേറ്റാണെങ്കിൽ ഈ ഒരു പ്രശ്നം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആരാ വായിക്കണേ ബെഡ്റൂം മാനേഴ്സ്? ഞാൻ വായിക്കാം. വായിച്ചോളാം. Bedroom manners. Early to rise, early to bed is must for all. That is very important to the students. Before going to bed, finish all the daily duties and say good night and good morning to your parents and pray to God. Early to boost is good for your health. So get up early, finish morning duties fastly and help their parents. If they can start school at the correct time for the above teacher instruct to students as follows. Get up early to things by yourself, roll the bed neatly and carry it in the right place. Adjust with your parents in their work. Then only you can come to the school early. മലയാളത്തിൽ പറയട്ടെ ഞാൻ. എന്താ പറഞ്ഞോളാം. ഇതിന്റെ മലയാളം പറയട്ടെ. അതായത് നേരത്തെ എണീക്കും ഉണരും വേണം, എല്ലാവരും നേരത്തെ എണീക്കും. അത് വളരെ പ്രധാനപ്പെട്ട, കുട്ടികൾക്ക് അത് വളരെ നേരത്തെ കടന്നിട്ട് നേരത്തെ നീക്കൽ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പിന്നെ നമ്മൾ കിടക്കാൻ പോണതിന്റെ മുന്നേ നമ്മൾ അന്നത്തെ എല്ലാ ഡ്യൂട്ടീസും ഒക്കെ ചെയ്ത്, അതുപോലെ ഗുഡ് നൈറ്റ് പറയുക, രാവിലെ എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക, പിന്നെ പാരൻസിന് പ്രേ ചെയ്യുക ഗോഡിനോട്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. എൻ്റെ മകള് രാത്രി കടന്നുറങ്ങുമ്പോൾ എന്നും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കടന്നുറങ്ങുക. അവള് പേരെടുത്തെടുത്ത് പറയും എല്ലാരെയും, നെച്ചിനെ കാക്കണേ, പെച്ചിനെ കാക്കണേ, വട്ടാമ്പീത്തമ്മമാനെ കാക്കണേ, പപ്പാനെ കാക്കണേ, മാമന്മാരെ കാക്കണേ, എല്ലാതും പറഞ്ഞിട്ട് അവള് കിടക്കുള്ളൂ. അവൾ എന്നും ഉറങ്ങണേന് മുന്നേ എല്ലാവർക്കും വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടേ കടന്നുറങ്ങലുള്ളൂ. അത് ഞാൻ ചെറുപ്പത്തിൽ എന്റെ മോനും അങ്ങനെ തന്നെയാ, എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടേ എടുക്കുള്ളൂ. ഇനി ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ
കാണാൻ ആ വെയ്യാത്ത പപ്പാന്റെ വാവ് വേഗം മാറ്റി കൊടുക്കണേന്നൊക്കെ അവളങ്ങനെ ശീലിച്ചു. അങ്ങനെ നമ്മള് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം എന്നാ തോന്നുന്നത്. ഏർലി ടു ബൂസ്റ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. രാവിലെ എണീക്കല് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണെന്ന്. നേരത്തെ എണീക്കല്. സോ ഗെറ്റ് അപ്പ് ഇയർലി. അതുകൊണ്ട് നേരത്തെ എണീക്കണം. ഫിനിഷ് മോർണിംഗ് ഡ്യൂട്ടീസ് ഫാസ്റ്റ്ലി. നമ്മൾ വേഗത്തിൽ നമ്മുടെ രാവിലത്തെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം. പിന്നെ ഹെൽപ്പ് ദെയർ പാരൻസിന് നമ്മളെ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ ചെയ്തു കൊടുക്കണം. സ്റ്റാർട്ട് സ്കൂൾ അറ്റ് ദി കറക്റ്റ് ടൈം. സ്കൂൾക്ക് കറക്റ്റ് ടൈമിൽ എത്തുക. അതുപോലെ ടീച്ചർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം. അങ്ങനെയല്ലേ മിസ്സേ? അതെ. ടീച്ചർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം. ഗെറ്റ് അപ്പ് ഇയർലി ടു തിങ്സ് ബൈ യുവർ സെൽഫ്. അതായത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെ ബെഡ് ഇതൊക്കെ നീറ്റ് ആയിട്ട് വൃത്തിക്ക് വിരിച്ചിടുക. അതാത് സ്ഥാനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ വെക്കുക. പിന്നെ പാരൻസിന് അവരുടെ ഡ്യൂട്ടിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് സ്കൂളിലേക്ക് നേരത്തെ പോവുക. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മള് ചിലപ്പോ നമ്മള് സാധാരണ പാരന്റ്സ് ആയാലും നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടപ്പോ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നിങ്ങളുടെ വേഗം ഡ്യൂട്ടീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വേഗം നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ലേ? മടിയന്മാര് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകേണ്ട സമയത്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പൊക്കെ എഴുന്നേക്കുള്ളൂ നമ്മുടെ പിള്ളേര്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ അവരെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശീലിപ്പിക്കുക. ഇത് പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബെഡ്റൂം മാനേഴ്സ് അത് ടീച്ചേഴ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നേരത്തെ എഴുന്നേക്കണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. നിങ്ങൾ കിടക്കുന്ന ബെഡ് നല്ല രീതിയിൽ നീറ്റ് നമ്മൾ യൂസ് ചെയ്യണം. പില്ലോ ഒക്കെ കറക്റ്റ് പ്ലേസിൽ വെക്കണം. പാരന്റ്സ് ചെയ്യുന്ന വർക്കിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ ക്ലാസ്സിൽ വരാൻ പറ്റുള്ളൂ എന്ന് ടീച്ചേഴ്സ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി അടുത്താണ് ജനറൽ മാനേഴ്സ്. നമ്മള് ഫസ്റ്റ് പറഞ്ഞ ആ ഒരു പോർഷനാണ് ജനറൽ മാനേഴ്സ് എന്ന് പറയുന്നത്. ആരത് വായിക്കണേ? ഞാൻ വായിക്കാം മാം. ജിഷ വായിച്ചു കേട്ടോ. ജിഷ അല്ല മാം, ജാസ്മിൻ. ഞാനും പറഞ്ഞായിരുന്നു മാം, അതാണ്. ഓ അപ്പൊ ജിഷ വായിച്ചോളൂന്ന കുഴപ്പമില്ല. കുഴപ്പമില്ല, അയച്ചു. 2 പാരഗ്രാഫില്ലേ, ഓരോരുത്തരും വായിച്ചു ഓരോ പാരഗ്രാഫ്. എന്നാ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം മാം. General manners. Teachers should watch the students to have good general manners. Social behavior can make a man excellent. Generally, teachers are giving commands, but they fail to watch whether they are following or not. It is the duty of the teacher to give instruction and detect whether they are following. If they fail to follow, they should punish them and make them follow. Otherwise, they would not have general manners. മലയാളത്തിൽ പറഞ്ഞു നോക്കുന്നുണ്ടോ? അയ്യോ ശരിയാവില്ല മിസ്സേ. പേടിക്കരുത് കേട്ടോ, പറഞ്ഞു നോക്കണം കേട്ടോ. എന്ന് ഞാൻ പറയാം. അപ്പൊ നമ്മള് ടീച്ചേഴ്സ് എന്താണ്, വാസ് ദി സ്റ്റുഡന്റ് ടു ഹാവ് ഗുഡ് ജനറൽ മാനേഴ്സ്. നമ്മള് ടീച്ചേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിൽ ജനറൽ മാനേഴ്സ് നല്ല രീതിയിലാണോ. സോഷ്യൽ ബിഹേവിയർ ക്യാൻ ബി മേക്ക് എ മാൻ എക്സലന്റ്. നമ്മുടെ സോഷ്യൽ ബിഹേവിയർ ആണ് ഒരു വ്യക്തിയെ നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് അവനെ വളർത്തിയെടുക്കുന്നത്. സോഷ്യൽ ബിഹേവിയർ നമ്മൾ എങ്ങനെയാണ് പുറത്ത് പെരുമാറുന്നത് അതനുസരിച്ചാണ് മറ്റുള്ളവർ നമ്മള് നല്ല കുട്ടിയാണോ അല്ലെങ്കിൽ നല്ല ബിഹേവിയർ ആണോ. എൽഡേഴ്സിനെയൊക്കെ കാണുമ്പോൾ തന്നെ ചെറിയ കുട്ടികള് എന്താണ് കാലൊക്കെ തൊട്ട് മന്ദിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗുഡ് മാനേഴ്സ് ആണ്. അല്ലെങ്കിൽ ഒന്ന് റെസ്പെക്ട് ചെയ്യാണ്, അതൊക്കെ എന്താണ് ഗുഡ് മാനേഴ്സ് ആണ്. ജനറലി ടീച്ചേഴ്സ് ആർ ഗിവിംഗ് കമാൻഡ് ബട്ട് ഫെയിൽ ടു വാച്ച് വെദർ ദേ ആർ ഫോളോയിങ് ഓർ നോട്ട്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മളിരുന്ന് പറയാറുണ്ട്, കമാൻഡ് ഒക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യാറില്ല. It is the duty of the teachers to give instruction and detect whether they are following. നമ്മളെ പോലത്തെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് അവര് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണ പോലെ തന്നെ അവർ എന്ത് ചെയ്യണ്ടോ, പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മളെ പോലത്തെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. If they fail to follow, they should punish them and make them follow. ഇനിയിപ്പം നമ്മൾ അവര് ഫോളോ ചെയ്തില്ലെങ്കിൽ അവരെ പണിഷ്
ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവരോടൊന്ന് ഫോളോ ചെയ്യാൻ പറയാം. അതർവൈസ് ദേ വുഡ് നോട്ട് ഹാവ് ജനറൽ മാനേഴ്സ്. ഇല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, ജനറൽ മാനേഴ്സ് ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ ഒരു പരിചയത്തിലുള്ള ഒരു കുട്ടി 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ ആള് ഭയങ്കരമായിട്ട് എന്താ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യണു, അതേപോലെ അച്ഛനോ അമ്മയോ പറയുന്നു ഒന്നും കേൾക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡാണ്. പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് വിചാരിക്കൊരു കുറച്ച് വലുതായി കഴിയുമ്പോൾ 7th 8th കഴിഞ്ഞ് പെൺകുട്ടികളാണെങ്കിൽ അവർ കുറച്ച് ഒതുങ്ങുമെന്ന് വിചാരിക്കും. പക്ഷെ ഈ ചെക്കന്റെ കാര്യത്തില് ഒട്ടും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു കുട്ടിയാണ്. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര എന്താ പറയാ ഒഴിച്ചു വിട്ടിരിക്കുന്ന പോലെയാണ്. കാരണം ആളൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചെറുപ്പം മുതലേ ഈ പറഞ്ഞുള്ള ജനറൽ മാനേഴ്സ് അവ ഫോളോ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. 2 പാരന്റ്സിനും ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും 2 പേർക്കും ജോലിയുണ്ട്, ഗവൺമെന്റ് ജോബ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ആ കുട്ടിക്ക് എന്തില്ല, ഈ പറഞ്ഞിട്ടുള്ള ജനറൽ മാനേഴ്സ് എന്താണ്, അല്ലെങ്കിൽ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എപ്പോഴും ആ കുട്ടിനെ കുറിച്ച് നമുക്ക് പരാതി പറയാനേ സമയമുള്ളൂ. അപ്പം അങ്ങനെ അല്ലാത്ത ഒരു നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട്, ഒരു നല്ലൊരു എക്സലന്റ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഈ ജനറൽ മാനേഴ്സ് കുട്ടികൾ ചെറുപ്പം മുതലേ ഫോളോ ചെയ്യണം, നല്ലതാണ്. ഓക്കെ ജിഷ, ബാക്കി വായിച്ചു. Okay, ma'am. Man is a social animal, so he has to adjust with everybody. He has to comply with the rules and regulations of the society, helping others, especially needy. Avoid ഒന്ന് പറഞ്ഞു നിർത്താം. മനുഷ്യൻ സോഷ്യൽ അനിമൽ ആണ്. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് മനുഷ്യൻ എന്ന് പറയുന്നത്. എല്ലാവരുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കസ്റ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫോളോ ചെയ്യേണ്ടതാണ്. അതേപോലെ ആവശ്യം ഉള്ള ആൾക്കാര്, എസ്പെഷ്യലി നമുക്ക് നീതി ചില ആവശ്യം ഉള്ള വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വായിച്ചോട്ടാ. Avoid talking ill of others, avoid pride and eagerness, avoid laziness, avoid committing sins, beating, stealing, fighting, telling bad, obeying elders, loving others, duty conscious, receiving others with warm words, using polite words like thank you, excuse, please, sorry, and adjusting with others to develop good general manners in the students. So, teachers should remember the above things again and again. ഓക്കെ, നമ്മളിപ്പോ പറയുന്നത് എന്താണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞു. അതേപോലെ മുതിർന്നവരോട് ടോക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അതേപോലെ എന്താണ്, ഭയങ്കരമായിട്ട് അക്ഷമ കാണിക്കാനായിട്ട് പാടില്ല. അവോയ്ഡ് ലേസിനെസ് എന്ന് പറഞ്ഞാല് മടി കാണിക്കാൻ പാടില്ല. അവോയ്ഡ് കമ്മിറ്റിംഗ് സൈൻസ്, അടിക്കുന്നത്, മോഷ്ടിക്കുന്നത്, ബീറ്റിംഗ്, സ്റ്റീലിംഗ്, ഫൈറ്റിംഗ്, എന്താണ് തല്ലുപിടുത്തങ്ങള്, ടെലിംഗ് ബാഡ് വേർഡ്സ്, ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. പറയില്ല, കുട്ടി ഭയങ്കരമായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ആണെന്ന് പോലും നമ്മൾ നോക്കില്ല. ആ സമയത്തും ഒരു കുട്ടിനോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് ബാഡ് വേർഡ്സ് ഭയങ്കരമായിട്ട് പറയും. അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് ഫീലാ തോന്നുന്നത്. അവനത്രയും മോശം കുട്ടിയാണെന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരും. ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ കൗൺസിലൊക്കെ ചെയ്ത് കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കുകയല്ല, ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഒബേ എൽഡേഴ്സ്, മുതിർന്നവർ പറയുന്നത് അനുസരിക്കുക. ലവിങ് അതേഴ്സ്, മറ്റുള്ളവർ സ്നേഹിക്കുക. ഡ്യൂട്ടി ഓഫ് കോൺഷ്യസ്നെസ്, നമ്മൾ ചെയ്യുന്ന കാര്യപ്രവൃത്തിനെ കുറിച്ചിട്ടുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. റിസീവിങ് അതേഴ്സ് വിത്ത് വാം വേർഡ്സ്, യൂസിങ് പൊളൈറ്റ് വേർഡ്സ്, നമ്മൾ മറ്റുള്ളവരെ വാം വേർഡ്സ് ആയിട്ട് വിഷ് ചെയ്യാം. ഗുഡ് മോർണിംഗ്, നമ്മൾ ഒരാളെ മോർണിംഗ് കാണുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ഞങ്ങൾക്കിവിടെ നമുക്ക് ജോസാറാണോ ഇംഗ്ലീഷ് എടുക്കണേ? ഓക്കെ. ഇവിടെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിന് ജോസാറുണ്ട്. ഫസ്റ്റ് ജോസാറ് രാവിലെ നമ്മളിപ്പോ വരാണെങ്കിൽ ഫസ്റ്റ് ജോസാറിനെ കാണണമെങ്കിൽ ജോസാർ എന്താണ് ഫസ്റ്റ് തന്നെ പറയുന്ന ഡയലോഗ് ഗുഡ് മോർണിംഗ് എന്നാണ്. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും നമുക്ക്. സാറിന് ഗുഡ് മോർണിംഗ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു സാറാണ്. അപ്പൊ
നല്ല രസമാണ് ആ ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ വാമായിട്ട് നമുക്കൊരു വിഷു തരുമ്പോ തന്നെ നമുക്കൊരു എനർജി കിട്ടും. അതേപോലെയാണ് നമ്മൾ മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നല്ല വേർഡ്സ് യൂസ് ചെയ്യാം, പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യാം. താങ്ക് യു, എക്സ്ക്യൂസ്, പ്ലീസ്, സോറി. അപ്പൊ ആൻഡ് അഡ്ജസ്റ്റ് വിത്ത് ടു ഡെവലപ്പ് ഗുഡ് മാനേഴ്സ് ഇൻ സ്റ്റുഡൻസ്. കുട്ടികളായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ പറ്റും. നല്ല മാനേഴ്സ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികള് പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ ദിവസം പറയണ ഇന്ന വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാല് കുട്ടികളാണ് മറന്നുപോകും. നമ്മൾ അവരെ വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുക. ഈ ഗുഡ് മാനേഴ്സ് ഓരോന്ന് ഫോളോ ചെയ്യിപ്പിക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മളെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ജനറൽ മാനേഴ്സ് ആവട്ടെ, ബാത്റൂം മാനേഴ്സ് ആവട്ടെ, ബെഡ്റൂം മാനേഴ്സ്, ഇതേപോലെ മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്, ഈ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. നമ്മളത് കുട്ടികളോട് ഒരു പ്രാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നല്ല, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്. ഇന്ന സാഹചര്യത്തിൽ ഇന്ന രീതിയിലാണ് പെരുമാറുന്നത്. മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയേണ്ട ടൈമാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയണം. എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്, ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലേ? പോർഷനിലെ സിമ്പിൾ അല്ലേ ചാപ്റ്റർ? സിമ്പിൾ ആണ്. ഇല്ലേ, എല്ലാവർക്കും വായിച്ചാൽ തന്നെ കിട്ടും. അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതിന്ന് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നണില്ല, ഇത്രയും ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് കൂടി എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഇടാൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ ഗുഡ് മാനേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഇടാം. അല്ലാത്ത പക്ഷം ഞാൻ സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും കേട്ടോ. കുഴപ്പമില്ലല്ലോ? ഇല്ല മിസ്റ്റേ. ഇനി ചെറിയ കുറച്ച് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരില്ല മിസ്സേ മോഡൽ എക്സാമിന്? എന്താണ്? ഇനിയിപ്പോ ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് മോഡൽ എക്സാം വരില്ല. ഓക്കെ. പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തത്. പാർട്ട് 4 ഇന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പാർട്ട് 4 ഞാനാ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ മിസ്. അപ്പൊ താങ്ക് യു. അടുത്ത ഫ്രൈഡേ നിങ്ങൾ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് എന്താണ് ഫോണിക്സിന്റെ സോങ്, ആൽഫബറ്റ്സോ എങ്ങനെയായാലും പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വരില്ലേ? തീർച്ചയായിട്ടും. അല്ലേ? ക്ലാസ് റൂമിൽ PDF ഇല്ലേ, അത് ക്ലാസ് റൂമിൽ ഇതുവരെ ഇട്ടിട്ടില്ലേ, ഇടുവോ? പ്രിന്റ് എടുക്കാൻ വേണ്ടി. PGയുടെ കാര്യത്തിൽ അതെനിക്ക് ടെക്സ്റ്റ് ആണോ എന്നൊരു സംശയമുണ്ടോ? ടെക്സ്റ്റ് ആണോ എന്നൊരു സംശയമുണ്ടോ ചോദിക്കുക. ഇവിടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊന്ന് ചോദിക്കാറുന്നില്ലേ സ്റ്റുഡൻസ് ടീമില്? 4ഉം 5ഉം അല്ലേ മിസ്സേ PGയുടെ? അത് ടെസ്റ്റ് ആയിരിക്കുന്നാണോ പറയുന്നത്? ഞാൻ സാറിനെ വിളിച്ചിരുന്നു മിസ്സേ, അന്നേരം ഇടാവെന്നാ പറഞ്ഞതേ. ഓക്കെ, അത് താങ്ക് യു. സൈൻ ഔട്ട് പറഞ്ഞോടാ മാം. ഈ നമ്മുടെ ക്ലാസ് റൂമിലാണല്ലോ നമ്മള് ചാപ്റ്റേഴ്സ് മോഡ്യൂൾ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസും എല്ലാം ഇടുന്നത്. ഈ PGന്റെ വേറെ ക്ലാസ് റൂം വരുമോ, അതോ ഈ ഗ്രൂപ്പിൽ തന്നെ? PGയുടെ കാര്യങ്ങൾ നിങ്ങൾ PGയുടെ ക്ലാസ് ഉണ്ടല്ലോ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അന്ന് ടീച്ചറിനോടോ അല്ലെങ്കിൽ ടീച്ചറിനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടോ. ശരി. സൈൻ ഔട്ട് ചെയ്തോട്ടോ. The best preparation for tomorrow is doing your best today. നാളെയുടെ ഏറ്റവും മികച്ച ഒരുക്കം ഇന്ന് നിങ്ങൾ മികച്ചത് ചെയ്യുക എന്നതാണ്. സൈൻ ഔട്ട് ബൈ ജിഷാന. Thank you all.